നമുക്ക് അങ്ങോട്ട് വെക്കാം. ഷൈനോടും ഹാപ്പി ആയിട്ട് പറയാനുള്ളത് ഇപ്പൊ മലയാളികൾ എമ്പാടും ഒരു ഇല്ലറിയാം. അപ്പൊ ആ ഒരു സന്തോഷമുണ്ട്. എല്ലാവരും പ്രേക്ഷകരുടെ സപ്പോർട്ട് കാരണം ഇത്രയും ദിവസം നിന്നത്. പിന്നെ അപ്പൊ ഞാനങ്ങനെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഞാൻ 2 ഷൈനോടും ബിഗ് ബോസിനോടും ഏഷ്യാനോടും താങ്ക്സ് പറയുന്നു. ഞാൻ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് എനിക്കൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു. 62 ഡേയ്സോളം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ ആഴ്ചയിലും നമുക്ക് ലാലേട്ടനെ കാണാൻ പറ്റി. ആ ഒരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെ പിന്നെ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. മലയാളി പ്രേക്ഷകരോട് നന്ദി മാത്രം പറയാനുള്ളൂ. ഈ ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ വന്നതിന് ശേഷം മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാനിപ്പോ ബിഗ് ബോസ് ലെജൻഡാണ്. കയറിയപ്പോ ഞാൻ FC ബോയ് ആയിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്റെ ഒരു മാറ്റം എന്ന് പറയാൻ ഇനിയിപ്പോ ഞാനിവിടെ ഇറങ്ങിയിട്ട് ഇത്രയും പേരൊക്കെ ഇങ്ങനെ വന്നെ ആദ്യമായിട്ടല്ലേ. അപ്പൊ അതന്നെ വലിയൊരു ഒന്ന് ഞാൻ ഇത്ര ദിവസം ആ വീട്ടിനകത്ത് നിന്നിട്ട് ഞാൻ പുറം ലോകം ഒന്ന് വീട്ടിൽ ഞാൻ ഏഷ്യന്റെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്തോ ബിഗ് ബോസ് ഞാൻ ഭയങ്കര വലിയ ഫാനാണ്. അങ്ങനെ കയറി എനിക്കൊരു ആഗ്രഹം, എന്റെ സ്വപ്നമാണ് ഞാൻ സാക്ഷാത്കരിച്ചത്. അപ്പൊ ഏറ്റവും ഇഷ്ടം എന്ന് പറയാൻ വേണ്ടി എല്ലാം ബിഗ് ബോസ് തന്നെയാണ് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യം. മോനെ ഗവൺമെന്റ് ആവശ്യം വരും കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നാണ് ഞാൻ ആശംസിക്കുക. അല്ലെങ്കിൽ അനീഷ്, അതാണ് എന്റെ ഒരു ആഗ്രഹം. ഞാൻ കണ്ടു, കണ്ണടച്ചിറങ്ങണം. ഞാൻ കണ്ടു. എന്താണ് ചേട്ടൻ എങ്ങനെ റേഷൻ കടയിൽ പോകും? ആൾക്കാർ കൂടുതലോ? ഇതൊക്കെ ഇന്നും മാത്രമേ ഉള്ളൂ. ഇറങ്ങിക്കോട്ടെ അവിടെ ഗെയിമിനുള്ളൊക്കെ ഗെയിമിൽ